ഇത് കാണുന്നല്ലോ, ഇത് കാണുന്നല്ലോ. ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണ് മനസ്സുറച്ച് ഈ ഭവനത്തിൽ ഞങ്ങൾ കിടക്കും? നിങ്ങളൊക്കെ തന്നെ ഒന്നും പറഞ്ഞു തരി. ഞങ്ങൾ എന്തുമാത്രം ഞങ്ങൾക്ക് കഷ്ടത അനുഭവിക്കുന്നു. മൊത്തം ഇടിച്ചിട്ട് കാണാം. എവിടെ ചെല്ലി ഈ പാവങ്ങള് ആ ചേട്ടന്റെ ദേഹത്തേക്ക് ഇത് ഇടിഞ്ഞു വീണ്ടും കാലൊടിഞ്ഞു. അത്രയും ഭീകരമായ അവസ്ഥ അല്ലേ അമ്മ? അങ്ങനെ തന്നെ. അതാണ് പറയാനുള്ളത്. കട്ട് തിന്നു, ആ കാശ് കട്ട് തിന്നു. എന്നിട്ട് വീണ്ടും പിരി കല്ലിന്റെ അസുഖമായി ഇവിടെ വന്ന് കിടന്ന് രോഗികളായി മരിക്കാറായി. എന്നാ മരണം എടുത്തേ. വളരെ ദയനീയമാണ് ഒരവസ്ഥ. ഇതിന്റെ പേരിൽ കാശ് വാങ്ങിച്ച് ആരെയും അവരെ പുറത്തുകൊണ്ട് വരണം. അത്ര രൂക്ഷമാണ്. നമസ്കാരം, ഇത് അഞ്ചുതെങ്ങ് സുനാമി കോളനിയാണ്. മുമ്പും നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിർമ്മിച്ച വീടുകളുടെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിച്ച് വച്ച വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഓരോ വീടും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ വീട്ടിൽ കിടക്കാൻ പറ്റാതെ തെരുവിൽ കിടക്കേണ്ട അവസ്ഥയാണ്. മുമ്പ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം കൂടുതൽ ഈ മഴ വരുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ അറിയില്ല അല്ലേ അമ്മ, എങ്ങനെ കിടക്കുമെന്ന് അറിയില്ലല്ലേ? അകത്ത് ചോരുന്നു. ഒരു വയ്യാത്ത കുട്ടിയെടു കിടക്കും, നടക്കാനും എടുക്കാനും വയ്യാതെ കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നാതെ വയ്യ, എഴുതിച്ച് നടക്കാനാവതില്ല. വീട്ടിൽ കിടക്കാൻ പേടിയില്ലേ? പേടി തന്നെ. വീട് അത്രയും ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ലൈനും കാര്യങ്ങളും എല്ലാം കട്ടായാണ് കിടക്കുന്നത്. ഈ മീറ്ററിന്റെ പുറത്തൊക്കെ കൂടെ വന്ന് വീടും എല്ലാം കട്ടായി കിടക്കുന്നത്. ഈ വയ്യാതെ കിടക്കുന്ന ഭർത്താവ് ഈ കിടക്കുന്ന ഈ ഇതിലാണ്. ഈ അവസ്ഥയിൽ എന്തെങ്കിലും ഒന്ന് വന്ന് സംഭവിച്ച് കഴിഞ്ഞാൽ എനിക്കാണെന്ന് നഷ്ടം, വേറെ ആർക്കുമല്ല. 8 വർഷത്തോളമായി ഈ ഭർത്താവ് ജോലിക്ക് പോകില്ല, വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. റൂം നോക്കിയേ, ഇതൊക്കെ കണ്ട, ഇതെല്ലാം ഇളകിയിരിക്കുകയാണ്. ഇത് ഒന്ന് തൊട്ടാ മതി, ഇത് അത്രയും അങ്ങ് പോകും. അടുക്കള ഭാഗം അതും അതുപോലെയാണ്. ഇത് ഞങ്ങൾ പേരിന് വേണ്ടി ഇവിടെ കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് നമുക്ക് ഒരു ധൈര്യത്തിന് വേണ്ടി അല്ല ഇത് കിടക്കുന്നത്. നമുക്കൊരു ഷോയ്ക്ക് വേണ്ടി ഇവിടെ കിടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഈ തീക്കാട്ടിൽ കൊണ്ടിട്ടവർ വന്ന് തിരക്കുന്നില്ല? എത്ര വർഷങ്ങളായി? ഇത് 15 വർഷം കൊണ്ട് ഞങ്ങൾ നല്ലോണം സുരക്ഷിതമായി ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങുന്നില്ല. രാത്രി ഈ മഴയും കാറ്റും വന്നാൽ ഞങ്ങൾ കുത്തിയിരിക്കും. കാരണം എന്തുകൊണ്ട്? ഈ ഇടിഞ്ഞു പൊടുന്ന വീട് ഏത് നിമിഷവും വന്ന സമയത്ത് ഒരു ഇടിമിന്നൽ വന്നാ ഏത് നിമിഷം ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ വേനൊന്നും കറങ്ങുന്നില്ല. ഇതിന്റെ പുറത്തുകൂടെയൊക്കെയാണ്. അടുക്കള ഭാഗം നോക്കിയേ, അങ്ങോട്ട് പോ. ഈ വയ്യാത്ത ആളിലിട്ടാണ് നമ്മള് കിടന്നത്. ഈ നിൽക്കുന്ന ഭർത്താവ് പയ്യൻ കാല് ഓപ്പറേഷൻ ചെയ്ത് കിടന്നതാണ്. ഇവിടെയാണ് കിടന്നത്. ഇത് ഇത്രയും വന്ന് വീഴുന്നത് ആ പെങ്കൊച്ചാന്റെ ഭാര്യ സിനിത. അവള് കയ്യോടെ വലിച്ച് ഇവിടെ പൊട്ടല് കേട്ടേം കണ്ടിട്ടാണ് കയ്യോടെ വലിച്ചപ്പുറത്തോട്ട് കൊണ്ട്. ഇല്ല ഇരുന്നെങ്കിൽ ഈ കൊച്ചിന്റെ ബോഡി ഇന്നിവിടെ എടുക്കേണ്ടി വരും. ഇത് കാണുന്നല്ലോ, ഇത് കാണുന്നല്ലോ. ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണ് മനസ്സുറച്ച് ഈ ഭവനത്തിൽ ഞങ്ങൾ കിടക്കും? നിങ്ങളൊക്കെ തന്നെ ഒന്നും പറഞ്ഞു തരി. ഞങ്ങൾ എന്തുമാത്രം ഞങ്ങൾക്ക് കഷ്ടത അനുഭവിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും വന്ന് ഈ കേട്ടുപരയിൽ വന്ന് ഒരു കാര്യങ്ങൾ തിരക്കുന്നില്ല. അവര് ഞങ്ങൾ ചോറ് കഞ്ഞിയായി തീരുമ്പോൾ അവര് വരും, ഓ ശരി ഞങ്ങൾ റെഡിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവരല്ലാതെ ഒന്നിനും ഇതുവരെയ്ക്കും നേരിൽ അവർ വന്നിട്ടില്ല. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം എന്താണെന്ന്. ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരല്ലേ? നിങ്ങൾ ഇന്ന് AC ഇട്ടോണ്ട് നിങ്ങൾ കിടക്കുന്നു. നിങ്ങൾ ഈ റൂമിലാണോ കിടക്കുന്നത്? അയ്യോ, ഇതിന് തന്നെയാണ് കിടന്നത്. ഇവിടെ കിടക്കാതെ എനിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ വലിച്ചെടുത്തിട്ടിട്ടാണ് നോക്കിയപ്പോ അങ്ങനെ മൊത്തത്തിന് മൂടോടെ വന്ന രീതി. അല്ലെങ്കിൽ ഞങ്ങളെ 2ന്റെ ജഡമായിരുന്നെങ്കിൽ ഇതിന്റെ അകത്ത് കിടന്നത്. ഈ 3 പൊടി ബാലമാരെ ഇട്ടാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത്. മക്കളെ കണ്ട് പേടിച്ച അമ്മയുടെ വീട്ടിലൊക്കെയാണ് കൊണ്ടുപോയി കിടക്കുന്നത്. അവർക്ക് പോലും ഒരു വീടവിടെ ഇല്ല. അവരും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവരും വാടകയ്ക്കാണ്. അപ്പൊ നമ്മൾ പഞ്ചായത്ത് പോയി സംസാരിച്ചപ്പോ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട് വാടകയ്ക്ക് എടുത്ത് പോയി താമസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാർക്ക് വീടുണ്ടെങ്കിൽ അങ്ങനെ പോയി താമസിക്കും. നമുക്കിവിടെ ഒരു സ്വന്തക്കാരും ഇല്ല സാറേ. ഇതേപോലെ മഴ പെയ്തത് കൊണ്ട് നമ്മുടെ അമ്മയുടെ വീട്ടിലായിരുന്നു നമ്മൾ കുറെ നാൾ താമസിച്ചിരുന്നത്. അവിടെ നമുക്ക് കിടക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇതേപോലെ നിന്നിറക്കും. പെയ്യുന്ന മഴ ഫുള്ളും അവിടെ വീഴും. അങ്ങനെ ആ കിടന്ന ഇതിന് നമ്മളെങ്ങനെയാണ് ഇവിടെ വന്ന് അവിടെ കിടക്കാൻ പറ്റും നമുക്ക്? അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആടെ ഇതും അങ്ങനെ ആയി കിടക്കും. ഈ അടുക്കള ഫുള്ളും
അടുക്കള എല്ലാം നല്ല ഇതായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതുണ്ടോ ഫുള്ളും മേളില് മൊത്തവും വെടിഞ്ഞ് ഇതായിട്ടാണ് ഇരിക്കുന്നത്. അത് എപ്പോ വന്ന് വീഴൊന്ന് പേടിച്ചാണ് അടുക്കളയിൽ നിൽക്കുന്നത്. നമ്മൾ തീപിടുത്തം നടന്നെങ്കിലും ഫസ്റ്റില് തീ പിടിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട് 2 നില വീടായിരുന്നു. അത് താനെ തന്തർന്നു മണ്ണോടായി. അത് എൻ്റെ വീട് ഇടിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായ 3 മാസത്തിന് ശേഷം. ഈ തീപിടിച്ച് എല്ലാവരും അവിടെ ആയിട്ടൊക്കെ നടന്നതിന് ശേഷവും പിന്നീട് അതിന് ശേഷമാണ് നമുക്ക് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഷെഡ് കെട്ടി തന്നു. അവിടെ ഞങ്ങൾ താമസമാക്കി. എന്നിട്ട് നമുക്ക് അതിനുള്ള ഒരു പോരായ്മ കണ്ടെത്തിയില്ല. ആയപ്പോഴേക്ക് ഓരോരുത്തരായിട്ട് എല്ലാവരും കൂടെ സെറ്റ് അടിച്ച് ഈ പഞ്ചായത്തിനകത്ത് ഞങ്ങൾ കയറി പെട്രോളും മണ്ണെണ്ണയും കന്നാസോടൊക്കെ വെച്ചും കൊണ്ട് അവിടെ ഞങ്ങൾ ധർണ നടത്തി. അതിനുശേഷമാണ് നമുക്കിതൊരു വീടൊന്നിന് നമുക്കവർ ലക്ഷങ്ങൾ തോനെയൊന്നും തന്നിട്ടില്ല. 2,87,000 രൂപയാണ് നമുക്ക് ഈ ഒരു വീടിന് വേണ്ടി നമുക്ക് ഉള്ളത്. ഇതെല്ലാം ഇപ്പൊ മഴ ഇവിടെ എല്ലാം പോയി വീണടക്കുകയാണ്. ഇതെല്ലാം ഓരോ ദിവസവും കുറേശ്ശെ ഭാഗമായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് വീണോണ്ടിരിക്കും. നമ്മൾ കിടക്കൊന്നുമില്ല അവിടെ, പേടിയാണ്. നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഇടിഞ്ഞ് എപ്പോഴാണ് നമ്മുടെ മനുഷ്യരുടെ മേത്ത് വീണ് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ് കിടക്കുന്നത്, വഴിയിലും വക്കത്തുമൊക്കെ. ഒരു ഗതിയും ഇല്ല. ഇത് കെട്ടണമെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് അതിൻ്റെതായ വരുമാനം ഇല്ല. കിട്ടുന്നത് തിന്നാനും ചെറിയ ലോണുകളോ അങ്ങനെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ 4 ലക്ഷം രൂപ നമ്മൾ എവിടെ കൊണ്ടുപോയി ഈ വീട് കെട്ടാൻ വേണ്ടി? ഈ പകുതി പോലും കെട്ടാൻ പറ്റില്ല. ഈ 4 ലക്ഷം രൂപ ഈ പാവങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? അതാണ് 3 വർഷമാണ് 4 ലക്ഷം രൂപ കഥ പറയുന്നത്. 4 ഉള്ളന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എവിടെ ഇത് മൊത്തം ഇടിച്ചിട്ട് കിടന്നു. എവിടെ ചെന്ന് ഈ പാവങ്ങള് ഇതിന്റെ ഒരു ഫലം കാണാൻ. 4 ലക്ഷം രൂപ നമ്മളില്ലാത്ത പാവങ്ങൾ എവിടെ ചെല്ലും? 4 ലക്ഷം രൂപ തരുമെന്ന് ആരാ പറഞ്ഞത്? പഞ്ചായത്തിന് നമ്മൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ റിപ്പോർട്ട് അവർ അയച്ചിട്ടുണ്ട്, അവർക്ക് വേറെ ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ഇല്ലാത്ത പാവങ്ങൾ ഈ രോഗികളെ ഇപ്പം നമ്മള് വീട്ടിൽ കിടക്കും. ചിലപ്പോ വന്ന് ഇടിഞ്ഞ് 4 ഉത്തരം പറഞ്ഞു. നിങ്ങളൊരു മറുപടി താ നമുക്ക്. ഇവരെ ഈ 4 ലക്ഷം രൂപ വീട് ഇടിച്ചിട്ട് കെട്ടി കൊടുക്കുമ്പോഴത്തേക്ക് പകുതി പോലും ആവുന്നില്ല. ഈ 4 ലക്ഷം രൂപ തരുമ്പോഴത്തേക്ക് പണിക്കൂലി നോക്കണം. ഇപ്പൊ ഈ എഴുതാൻ വന്ന ഒരു കൊച്ചു 4 ലക്ഷം രൂപ ഉണ്ടെന്ന് ഇതൊക്കെ നോക്കി തീരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ലക്ഷം രൂപ കഴിഞ്ഞ ആഴ്ച എഴുതാൻ വന്ന 4 ലക്ഷം രൂപ ഉള്ളത്. അപ്പൊ ഈ 4 ലക്ഷം രൂപയ്ക്ക് കാൽഭാഗത്തിന്റെ പകുതി പോലും ആണല്ലേ. ഇല്ലാത്ത പാവങ്ങൾ ഇവിടെ ചെന്ന് അവസാനിക്കും. നമ്മളെ ഇതേപോലെ ഇതിനെക്കാട്ടി ഇടിഞ്ഞ വീട് നടന്നെയാണ്. നമ്മൾ ഈ വീടൊക്കെ ഇപ്പം കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് മക്കളുടെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാം പണി ചെയ്ത് 10,75,000 രൂപ ഇപ്പൊ ഞാൻ ശരിയാക്കി എടുത്തേ ഉള്ളൂ. ലോൺ എടുത്താണ് ഇപ്പൊ ശരിയാക്കി മൊത്തം എടുത്ത് ചെയ്യുന്നത്. വീട് മൊത്തത്തിൽ എല്ലാം ഫുള്ളായിട്ട് വീട് ഫുള്ളായിട്ട് ഇടിഞ്ഞ് വീഴുന്നതാണ് എല്ലാ റൂമും. ഇവിടെ എനിക്ക് അറിയാൻ പറ്റിയ കാര്യം, ഗിൽബർട്ട് എന്ന ചേട്ടനെ കാണാൻ പറ്റില്ല. ചേട്ടൻ പള്ളിയിൽ പോയിരിക്കുകയാണ്. ആ ചേട്ടൻ്റെ ദേഹത്തേക്ക് ഇത് ഇടിഞ്ഞ് വീണ്ടും കാലൊടിഞ്ഞു. അത്രയും ഭീകരമായ അവസ്ഥ അല്ലേ? തന്നെ അങ്ങനെ തന്നെ കാലൊടിഞ്ഞ് വീണ്. പിന്നെ കയ്യിലൊക്കെ വീണ് കൈ കെട്ടിയൊക്കെ വെച്ചിരുന്നു. മെമ്പർമാരൊക്കെ വന്ന് കണ്ടിട്ട് അവര് എഴുതിയൊക്കെ കൊണ്ടുപോയി. അതോടെ പോയിട്ട് പിന്നെ അവര് അനങ്ങിയതുമില്ല. മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് എല്ലാ വീട്ടിലും ഉണ്ട് ഡാമേജ്. എല്ലാ വീടും ഇടിഞ്ഞിടിഞ്ഞ് വീഴ തന്നെ വീണത്. ഒരു കാര്യം ആലോചിക്കണം. ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് ഓരോ വിഷയം ഉണ്ടായിട്ട് ഇവരൊക്കെ പുനരധിവസിപ്പിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒരു ദിവസം അല്ല ഒരു മാസ സാലറി അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളിൽ നിന്ന് പിടിക്കുന്ന നികുതി എല്ലാം കൂടെ ചേർത്ത് ഇവന്മാർ വല്ല കോൺട്രാക്ടർക്ക് കൊണ്ട് കൊടുത്ത് അതിൻ്റെ കമ്മീഷൻ ഒപ്പിച്ചിട്ട് ഈ ജനങ്ങളെ പെരുവഴിയിലാക്കുന്ന നഗ്നമായ കാഴ്ചയാണ് ഇന്ന് വിസ്മയ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മുമ്പ് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം വളരെയധികം ഈ ഒരു മഴയെ ഇവർ അതിജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത്രയും വലിയ വിഷയമാണ് അത്. എന്തു പറയുക, കുറേ കള്ളപ്പണക്കാർ കാശ് കൊണ്ടുപോയി. അതിനകത്ത് മന്ത്രിയും പെടും, എല്ലാവരും പെടും, കോൺട്രാക്ടറും പെടും. ഈവൻ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ക്ലർക്ക് വരെ അല്ലെങ്കിൽ ഒരു പ്യൂൺ വരെ കാശ് ഒപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ജനങ്ങളെ ഈ അവസ്ഥയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുത്തിടപ്പെടേണ്ട ഒന്നാണ്. കാരണം അത്രയും വലിയ വിഷയമാണ്. 94 കുടുംബങ്ങളുണ്ട്. 97 കുടുംബങ്ങളാണ് ഈ സുനാമിയുടെ പേരിലും തീപിടുന്ന പേരിലൊക്കെ
എല്ലാവരുടെ പേരിൽ നിന്നും കാശ് പിരിച്ചിട്ട് ഇവർക്ക് ഈ പറയുന്ന ഒരു കുടിലിനേക്കാളും മോശമായ അവസ്ഥയിൽ വാർത്ത കൊടുത്തു അന്ന് പെയിന്റ് അടിച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് തോന്നി നല്ല ഇല്ലേ വാർത്ത പെയിന്റ് അടിച്ച് 5 വർഷം മുമ്പേ തന്നെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി, ചോർച്ചകൾ തുടങ്ങി. അപ്പൊ 50,000 മെയിൻ്റനൻസ് പൈസ വന്നു. മെയിൻ്റനൻസ് പൈസ വന്ന് നമ്മൾ ആ പണി ചെയ്ത് ഒരു കൊല്ലം പോലും തികച്ചായില്ല. പിന്നെ ഇടിഞ്ഞു എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ, ഒരു വീട് വച്ചിട്ട് 5 വർഷത്തിനകത്ത് ഇടിഞ്ഞു പൊളിച്ചിട്ട് വീട് 50,000 എന്തിനാണ് തന്നെ? ഒരു വീടിനൊരു ആയുസില്ലേ? ഒരു വീടിന് ഒരു 50 വർഷമൊക്കെ ആയുസ് ഉണ്ടാവൂലേ? ഇവിടെ ഇതിപ്പോ കൂടി പോയ 10-13 വർഷം ആവുള്ളൂ ഈ വീട് വന്നിട്ട്. ഈ വീട് വന്നിട്ട് 13 വർഷമായി. അതില് പിന്നെ ഞങ്ങൾക്കറിയാൻ പറ്റും, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ വാരി ഓടയാണ് ചെയ്യണത് ഇവിടെ മഴ പെയ്യുമ്പോൾ. ഞാനിത് ഇന്റലിജൻസിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഇതിന്റെ പേരിൽ കാശ് വാങ്ങിച്ച് ആരായാലും അവരെ പുറത്തുകൊണ്ട് വരണം. അത്ര രൂക്ഷമാണ്. ഇതിന്റെ പേരിൽ കാശ് വാങ്ങിച്ച് ആരായാലും ഇത്രയും ഈ രാജ്യത്തുള്ള കല്ലിന്റെ ഓപ്പറേഷൻ ചെയ്ത് 6 മാസമായി രൂപ 2.5 ലക്ഷം രൂപ ഗോകുലത്ത് മേടിച്ചു. എന്നിട്ട് വീണ്ടും പിന്നെയും കല്ലിന്റെ അസുഖമായി. ഇവിടെ വന്ന് കിടന്ന് രോഗികളായി മരിക്കാറായി. എന്നാ മരണം എടുക്കുന്നേ ഇല്ല. വളരെ ദയനീയമാണ് വ്യവസ്ഥ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിന്റെ ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ആൾക്കാർ IBO ആരെങ്കിലും ഇന്റലിജൻസ് ബ്യൂറോയോ എന്തെങ്കിലും അന്വേഷിക്കുക. അതിന്റെ കാശ് കൊണ്ടുപോയവരാരും അന്വേഷിക്കുക. കാരണം ഇതൊന്നും നമ്മുടെ ഭരണകർത്താക്കളൊന്നും കുടുംബത്തിൽ നിന്ന് എടുത്ത കാശൊന്നുമല്ല, നമ്മുടെ നിന്നൊക്കെ പിരിച്ച കാശാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൽ നിന്നൊക്കെ ഒരു മാസം ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് അവർ ചെയ്ത കാശാണ്. ആ കാശ് ഇങ്ങനെ കിടന്ന് കാണുന്നു. എന്നിട്ട് ഇത്രയും ഈ പറയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ കിടന്ന് അരയ്ക്കുന്നത് കാണുമ്പോൾ അത് വിളിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആനത്തലവട്ടം ആനന്ദിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെ പറ്റിയ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിൽ പോലും അവർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ ആ സമയത്ത് ആനത്തലവട്ടം ആനന്ദനായിരുന്നോ മന്ത്രി? അങ്ങനെ വല്ല അറിയാമോ? MLA അതായിരുന്നല്ലേ? ആനന്ദനായിരുന്നു. ആണല്ലേ? ഓ തന്നെ. ഉറപ്പാണോ? ഓ ഉറപ്പ്. ഏതായാലും ഈ പറയുന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഈ തൊഴിലാളികൾക്ക് ഇത്രയും വളരെ വിഷയം ഉണ്ടായിട്ടുള്ളത്. ആ കാശ് കട്ട് തിന്നു. അതാണ് പറയാനുള്ളത്. കട്ട് തിന്നു. ആ കാശ് കട്ട് തിന്നു. അതാരായാലും തിരിച്ചു പുറത്ത് കൊണ്ടുവരണം. അർഹമായ ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇവർക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത ഈ മഴയെ അവർ അതിജീവിക്കുമെന്ന് ഉറപ്പില്ല. ഈ നഗരമായ സത്യം വിളിച്ചു പറയാൻ നമുക്ക് മടിയുമില്ല. വിസ്മയത്തിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.